പത്തനംതിട്ട ചെന്നീർക്കരയിൽ ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലാണ് 20ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നത്. തലയ്ക്ക് മുകളിലെ ജലസംഭരണി ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഭീതിയോടെ അല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കൺമുന്നിലെ ഈ വലിയ ഭീഷണിയെ ദിവസവും കണ്ട് ശീലിച്ചവരാണ് ഈ നാട്ടുകാർ. 50 വർഷങ്ങൾക്ക് മുമ്പ് ജല അതോറിറ്റി നിർമ്മിച്ച ജലസംഭരണി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു നാടിന്റെ ഉറക്കം കെടുത്തുന്ന ജലസംഭരണിയുടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീണതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. ജലസംഭരണിയുടെ പില്ലറുകളും തകർച്ചയിലാണ്. വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥ നാട്ടുകാർ അധികൃതരെ അറിയിച്ചിട്ടും നടപടി മാത്രം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നടപടികൾ ഒന്നും പൂർത്തിയായിട്ടില്ല. വഴിയും വെട്ടി ആ മലയുടെ മുകളിലേക്ക് വഴിയും വെട്ടി 75 സെന്റ് സ്ഥലവും വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ടാങ്ക് പണിയാനുള്ള വാട്ടർ ടാങ്ക് പണിയാനുള്ള തുടർ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ജലസംഭരണിയിൽ സംഭരിക്കാതെ പമ്പിങ്ങിലൂടെ എല്ലാ പ്രദേശത്തേക്കും ജലം എത്തിക്കാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടാങ്കിൽ വരാതെ പമ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് അതിലൊരു ബദൽ സംവിധാനം അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും പമ്പ് ചെയ്യുന്നു. ഇന്നും വെള്ളം ഉണ്ടായിരുന്നു. കുടിവെള്ളം ലഭ്യമല്ലാത്ത പ്രദേശത്ത് അപകടാവസ്ഥയിലായ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. വാട്ടർ ടാങ്ക് തകർച്ചയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.